പറയാവൂ. അവിടുന്ന് പഠിപ്പിച്ചതിനെതിരൊരിക്കലും റസൂലുള്ളാഹിനെ പറ്റി പറയരുത്. ജീവിതകാലത്ത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞപ്പോൾ, മറഞ്ഞ കാര്യങ്ങൾ അറിയാവുന്ന ഒരു നേതാവ് ഞങ്ങളിലുണ്ട്, ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നബി തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ ചില കക്ഷികൾ ബുറുദ ചൊല്ലുകയാണ്, ബുറുദ മജ്‌ലിസ് സംഘടിപ്പിക്കുകയാണ്, ബുറുദ ആസ്വദിക്കുകയാണ് പോലും. നിങ്ങൾ എന്താണ് ഈ ആസ്വദിക്കുന്നത്? പുന്നാര നേതാവിന് ഇഷ്ടമില്ലാത്ത വരികൾ റസൂലുള്ളാഹിയുടെ പേരിൽ പറഞ്ഞിട്ട് നിങ്ങൾ ആസ്വദിക്കുന്നുവോ? നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ടെന്ന് പുന്നാര റസൂലിനെ കണ്ടപ്പോ, കുട്ടികൾ പാടിയപ്പോ ആ കുട്ടികളെ എതിർത്ത റസൂലിനെ കുറിച്ച്, ആ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾ ഇപ്പോഴും അതാ പാടുകയാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വബറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. എന്താണ് പറയുന്നത്? അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഇഹലോകവും പരലോകവും, അഥവാ ഇരുലോകത്തിലെയും ഗുണങ്ങൾ അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ലൗഹിന്റെയും കലമിന്റെയും വിജ്ഞാനങ്ങൾ അവിടുത്തെ വിജ്ഞാനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാ ലൗഹിലുള്ള എല്ലാ ഇൽമുകളും അറിയാം എന്ന നിലക്കാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. മറഞ്ഞ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട് പോലും. ഇന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ലോകത്ത് നടക്കുന്നത് മുഴുവൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുപോലെ തന്നെ പല സദസ്സുകളിലും വരുന്നുണ്ട് പോലും. പലരും റസൂലുള്ളാഹിനെ നേരിൽ തന്നെ കണ്ടുപോലും സംശയം ചോദിച്ചിട്ടുണ്ട് പോലും, റസൂലുള്ളാഹി മറുപടി കൊടുത്തിട്ടുണ്ട് പോലും. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഏത് പ്രമാണങ്ങളിലാണ് അതിന് രേഖയുള്ളത്? ഇല്ല പ്രിയപ്പെട്ടവരെ, ഉള്ളത് പറഞ്ഞാൽ മതി. നബി തങ്ങളെ കുറിച്ച് ഉള്ളത് തന്നെ എത്രയോ നമുക്ക് വർണ്ണിക്കാനില്ലേ? ഉള്ളത് തന്നെ എത്രയോ വർണ്ണിക്കാനില്ലേ? ലോകത്ത് കണ്ട ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ധാമമല്ലേ റസൂലുള്ളാഹി? അവിടുത്തെ പോലെ സുന്ദരൻ ലോകത്ത് വന്നിട്ടുണ്ടോ? അവിടുത്തെ പോലെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി ലോകത്ത് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉമ്മ അത്തരത്തിൽ ഒരു മോനെ പ്രസവിച്ചിട്ടുണ്ടോ? സംശയം വേണ്ട, ഇല്ലല്ലോ. അത് നബി തങ്ങൾ കേൾക്കെ സഹാബത്ത് പാടിയിട്ടുമുണ്ട്. നബി അതിനെ എതിർത്തിട്ടുമില്ല. وأجمل منك لم تر قط عيني وأكرم منك لم تلد النساء. അങ്ങേക്കാൾ സൗന്ദര്യമുള്ളവരാളെയും ഈ കണ്ണ് കണ്ടിട്ടില്ല. അങ്ങേക്കാൾ ഉദാരനായ ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. നബി തങ്ങൾ അത് കേട്ടപ്പോ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ശരിയല്ലേ? അതേ അവസരത്തിൽ ഈ ചെറിയ വലിയ ആളുകൾ അത് പാടിയപ്പോൾ പോലും നബിയൊന്നും പറഞ്ഞില്ല. അതേ അവസരത്തിൽ കുഞ്ഞുമക്കൾ ഇത് പാടിയപ്പോഴേക്ക് എന്ന് പാടിയപ്പോ തിരുത്തിക്കൊടുത്തില്ലേ? അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയും എന്ന നിലക്ക് നമ്മൾ ഇന്ന് റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് ബുറുദയിലാണെങ്കിലും മങ്കൂസ് മൗലിദിലാണെങ്കിലും ശറഫല്ലനാ മൗലിദിലാണെങ്കിലും ഏത് മൗലിദിലാണെങ്കിലും ഇന്ന് മൗലിദുകൾ പലതും തള്ളപ്പെട്ടില്ലേ? ഇന്ന് മൗലിദിൽ പല കെട്ടുകഥകളുമുണ്ട് എന്ന് വല്ലപ്പോഴ സംവാദത്തിൽ വെച്ച് പലരും സമ്മതിച്ചില്ലേ? അങ്ങനെയുള്ള ഏത് മൗലിദിലാവട്ടെ, എപ്പോഴാകട്ടെ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുന്നത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ഇന്ന് അത് പാടുന്ന സദസ്സിലേക്ക് വന്നാൽ അവരോട് മഹബത്താണോ ഉണ്ടാവുക, അതോ വെറുപ്പാണോ ഉണ്ടാവുക? നിഷ്പക്ഷമായി ആലോചിക്കണേ. ഉള്ളത് പറഞ്ഞാൽ മതി, ഉള്ളത് തന്നെ